ഹലോ, വെൽക്കം ബാക്ക് അനദർ വീഡിയോ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഡേ ആണ്. പക്ഷെ കുറച്ച് എനിക്ക് സ്പെഷ്യൽ ആണ്. അതായത് എൻ്റെ മോളെ സ്കൂളിൽ ഗ്രാജുവേഷൻ ഡേ ആണ്. ഈവനിങ്ങിലാണ് പരിപാടി ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ അവിടെ പോയി കുറച്ച് ഗസ്റ്റ് ഒക്കെ വരുന്നതിന് കുറച്ച് മുന്നേ എത്തി. അപ്പോൾ ഗസ്റ്റ് ഒക്കെ വരുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ കുറച്ച് ബാക്കിലേക്കായിപ്പോയി. നമുക്ക് സീറ്റ് കിട്ടി കുറച്ചൊന്ന് ലേറ്റായി. പക്ഷെ പ്രോഗ്രാം തുടങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനത്തെ ഒരു ഇതിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഈ ഗ്രാജുവേഷൻ ഡേനെ പറ്റിയിട്ട് സ്കൂളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ ഇപ്പം ഇങ്ങനെ ഒരു മാഞ്ഞാളം എല്ലാ സ്കൂളുകളിലും ഇപ്പം നടക്കുന്നുണ്ട് എന്തിനാ ഇപ്പം ഇത് എന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ ചിന്തിച്ചത്. അതായത് നമ്മൾ വലിയ ഡിഗ്രി ഒക്കെ എടുത്തു കഴിഞ്ഞാലാണല്ലോ നമ്മൾ ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞാലാണല്ലോ നമുക്ക് അത് കിട്ടുക. അപ്പോൾ ഈ ചെറിയ കുട്ടികളിപ്പം എന്തിനാണ് എന്നുള്ളൊരു രീതി, ചെറിയ കുട്ടികൾക്ക് ഇപ്പം എന്തിനാണെന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അവിടെ പോയപ്പം എൻ്റെ ഫീൽ ആകെ മാറിയിട്ടോ. മക്കള് ക്ലാസ് വൈസ് ആയിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. അവരാ കോട്ടും ആ ക്യാപ്പൊക്കെ ഇട്ട് ഇങ്ങനെ വരുന്നുണ്ടോ ഭയങ്കര ഹാപ്പി ആയിട്ട്. ഓരോ കുട്ടികളെ കാണുമ്പോൾ നമ്മളെ മക്കളെ കാണുമ്പോൾ മാത്രമല്ല ഓരോ കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി. അപ്പം M2H എൻ്റെ മോള് ഉണ്ടായിരുന്നത്. അപ്പം മോള് അവളിങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. അവൾ കണ്ടിട്ടില്ല കേട്ടോ നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പം പെട്ടെന്ന് നമ്മളെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഫേസ് ഒക്കെ മാറി ഭയങ്കര ഹാപ്പി. അപ്പൊ അത് കണ്ടപ്പോൾ ഭയങ്കര മനസ്സങ്ങ് നിറഞ്ഞു കേട്ടോ. അവളിപ്പം ഉണ്ടോന്ന് ചോദിച്ചപ്പോൾ ഇപ്പം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ ഹാപ്പി. ആ ഒരു വല്ലാത്തൊരു ഫീൽ വന്നിട്ട് ആ സമയത്ത്. അങ്ങനെ ഞാനും സാജർക്കും ഷൈബിലും കൂടെ ആയിരുന്നു പോയിണ്ടായിരുന്നത്. എമിർമോനും ഉണ്ടായിരുന്നു. ജന്നമോളും സെയിം സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അവൾക്കും ഉണ്ട് സെയിം ഇതിൽ തന്നെയാണ് അവളുള്ളത്. അപ്പൊ അവൾക്കും ഉണ്ടായിരുന്നു. എന്നെപ്പോലെ ഈ ഒരു ഗ്രാജുവേഷൻ ഡേന്റെ ഒരു ആവശ്യകത ഉണ്ടോന്ന് ചിന്തിച്ച് വീട്ടിലിരിക്കുന്ന പാരന്റ്സിനോട് എനിക്ക് പറയാനുള്ളത്, ശരിക്കും ഇത് ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. അത് കുട്ടികൾക്കും അതെ, നമുക്കും അതെ. കാണുന്ന നമുക്കും ഭയങ്കര ഒരു ഫീൽ ആയിരിക്കും അവർ ആ ഡ്രസ്സൊക്കെ ഇട്ട് പോണ കാണുമ്പോഴേ. പുറമേന്ന് ചിന്തിക്കുമ്പോൾ ഇത് വലിയൊരു സംഭവമല്ല. പക്ഷെ നമ്മളെ മക്കളെ ജീവിതത്തില് ആ ഒരു എന്താ പറയാ, അവരുടെ ഓരോ പടികളാണല്ലോ. അപ്പൊ ഇത് അവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു വലുപ്പത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു സംഭവമാണ്. അവരുടെ ഏജില് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലെവൽ വരെ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പം മോണ്ടിസോറി ആയിരുന്നു മോള് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം മോണ്ടിസോറി ഗ്രാജുവേഷൻ ആയിട്ടാണ് ഇവര് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എൻ്റെ മോളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ സ്കൂളിൽ പോണ സമയം വരെ അവൾ ഭയങ്കര ഷൈ ആയിരുന്നു. ഭയങ്കര ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ, അതായത് ഒന്ന് മുഖം ഒന്ന് എന്തിനാ അങ്ങനെ ചെയ്തത് അങ്ങനൊന്ന് ചോദിച്ചാൽ അപ്പോഴേക്കും കരയായിരുന്നു. പിന്നെ സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഒട്ടും സ്റ്റേജിലേക്ക് കേറില്ല. ഒരു പരിപാടിയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. അങ്ങനത്തൊക്കെ ഭയങ്കരായിട്ടുള്ളൊരു സംഭവമായിരുന്നു. അതായത് പഠിക്കാനും ഇഷ്ടമില്ല അങ്ങനത്തെ ഒരാളായിരുന്നു. പക്ഷെ ഇപ്പം അവള് എന്താ പറയാ, എനിക്ക് തോന്നുന്നത് ഞാൻ പറ്റാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ സ്കൂള് സെലക്ട് ചെയ്തതെന്ന് കേട്ടോ. അവള് സ്റ്റേജിൽ പോയി നിൽക്കുന്നു. അവൾക്ക് ഒരു തരത്തിലുള്ള ഫിയറും ഇല്ലാതെ അവൾ പോയി നിൽക്കുന്നുണ്ട്. മുമ്പൊന്നും ഇവൾ ഇങ്ങനെ ആയിരുന്നില്ല. അതിന് ഏറ്റവും കൂടുതൽ ഞാൻ താങ്ക്സ് തരുന്നത് അവിടുത്തെ ടീച്ചേഴ്സിനും അവിടുത്തെ നാനിമാർക്കും ഒക്കെ ആണ് കേട്ടോ. എസ്പെഷ്യലി സെബീന മാമിനാണ്. സെബീന മാമാണ് അവളുടെ കൂടെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക. അതായത് അവരുടെ ക്ലാസ് മെന്റർ സെബീന മാമാണ്. അപ്പൊ സെബീന മാമിന് ഭയങ്കര ഒരു താങ്ക്സ്. എനിക്ക് അറിയില്ല മാമൊക്കെ ഈ വീഡിയോ കാണുമോ എന്നുള്ളത് പോലും. പക്ഷെ എന്നാലും എന്തെങ്കിലും ഇത് കാണുകയാണെങ്കിൽ മാമിന് ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. ഈ ഗ്രീൻ കളർ സാരി ഉടുത്ത് നിൽക്കുന്നതാണ് കേട്ടോ മാം ആ സെന്ററിൽ നിൽക്കണേ. അപ്പം നമ്മൾ ചെറിയ രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ മക്കളെ കൊണ്ട് ഒരു ഗിഫ്റ്റ് ഒക്കെ മാമിനും പിന്നെ ഒരു അറബിക് മാം പിന്നെ ആന്റിക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മള്. പക്ഷെ എല്ലാരെയും ഒന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കിട്ടിയിട്ടില്ല വീഡിയോ. അപ്പൊ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവരെ ക്ലാസ്സിലേക്ക് പോയി മാമിനോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾ അടുത്ത വീഡിയോസ് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.